നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മഹത്തായ പ്രസ്ഥാനമായ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് AP വിഷ്ണുവിന്റെ രാജി കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ജീർണതയുടെ ഒരു നേർചിത്രമാണ്. ഇതൊരു സാധാരണ പ്രവർത്തകന്റെ പ്രതിഷേധമല്ല, മറിച്ച് പാർട്ടിയിലെ അധികാര രാഷ്ട്രീയത്തിന്റെയും ജാതി വിവേചനത്തിന്റെയും ഇരയായ ഒരു യുവ നേതാവിന്റെ വേദനയുടെയും രോഷത്തിന്റെയും ശബ്ദമാണ്. കോൺഗ്രസ് എവിടെയാണ് പരാജയപ്പെടുന്നത്? എവിടെയാണ് അതിന്റെ അടിത്തറ തകരുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. വിഷ്ണുവിന്റെ രാജിക്കത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കോൺഗ്രസിനുള്ളിലെ ജാതി വിവേചനത്തെക്കുറിച്ചാണ്. താനൊരു SC വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്നും നിരന്തരം അവഗണന നേരിട്ടുവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്നതിലുപരി കോൺഗ്രസ്സുകാരൻ എന്നതിൽ അഭിമാനിച്ചിരുന്ന എനിക്ക് ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വിഷ്ണുവിന്റെ ഈ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കനത്ത പ്രഹരമാണ് കൊടുക്കുന്നത്. ഒരു വശത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതേതര പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകരെ മാനസികമായി ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു മാരകമായ രോഗമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം. താനൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും ജാതി രാഷ്ട്രീയത്തിന്റെയും ബലിയാടാണ് എന്ന് വിഷ്ണു തുറന്നു പറയുന്നു. നേതൃത്വത്തിന്റെ പെട്ടിയെടുക്കുകയും ഉന്നതകുല ജാതിയിൽ ജനിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയെയാണ് തുറന്നു കാണിക്കുന്നത്. പാർട്ടിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഗ്രൂപ്പുകളുടെ ഭാഗമല്ലെങ്കിൽ അധികാരം ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ഗ്രൂപ്പ് വഴക്കുകൾ കാരണം പല യുവ നേതാക്കളും ഇന്ന് പാർട്ടി വിടാൻ നിർബന്ധിതരാകുന്നു. ഇത് കോൺഗ്രസിന്റെ യുവജന സംഘടനകളെ ദുർബലപ്പെടുത്തുകയും പുതിയ തലമുറയെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായി വിഷ്ണു ഉന്നയിച്ച ഏറ്റവും അപകടകരമായ ആരോപണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. SDPI പോലെയുള്ള വർഗീയ ശക്തികളുടെ അടിമത്തത്തിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ മതേതര മുഖം മൂടി അഴിച്ചു മാറ്റുന്നു. ഒരു വശത്ത് വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറയുമ്പോൾ, മറുവശത്ത് രാഷ്ട്രീയ ലാഭങ്ങൾക്കായി വർഗീയ സംഘടനകളുമായി രഹസ്യധാരണകൾ ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ തനിനിറം ഈ ആരോപണത്തിലൂടെ പുറത്തു വരുന്നു. ഇത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെയും വിശ്വാസ്യതയും തകർക്കുന്നു. ചുരുക്കത്തിൽ AP വിഷ്ണുവിന്റെ രാജി ഒരു യുവ നേതാവിന്റെ മാത്രം നിസ്സഹായതയല്ല, മറിച്ച് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന ദുരവസ്ഥയുടെ നേർചിത്രമാണ്. ജാതി രാഷ്ട്രീയത്തിന്റെയും ഗ്രൂപ്പ് വഴക്കുകളുടെയും ചളിക്കുണ്ടിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ തന്നെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വർഗീയ ശക്തികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ, അതോ ഇനിയും ഒരുപാട് വിഷ്ണുമാർക്ക് പാർട്ടി വിടേണ്ടി വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.